നമസ്കാരം, സുജാസ് കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. നമുക്ക് ഈ നാരങ്ങയെല്ലാം ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നാരങ്ങയെല്ലാം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഉപ്പിട്ട് നമുക്ക് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കടായിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ അച്ചാർ ചെയ്യുമ്പോൾ കേടുകൂടാതിരിക്കും. എണ്ണയിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാം. കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചിയും മുളകും എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഒരിച്ചിരി ശർക്കര ചേർക്കുന്നത് പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗ്രേവി ഇപ്പം തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. നാരങ്ങയ്ക്ക് ഒട്ടും കയ്പ്പ് രസം അനുഭവപ്പെടത്തില്ല തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്താൽ. അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാം. നിങ്ങളും ഇതുപോലൊരു അച്ചാർ തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.